ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ വലം വയ്ക്കുന്ന ഒരു പേടകമാണ് ISS അഥവാ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവരുടെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച ഈ ആകാശ വിസ്മയത്തിൽ 2000 നവംബർ മുതൽ സ്ഥിരമായ ആൾതാമസമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ബഹിരാകാശ യാത്രികർ ISSൽ ഗവേഷണം നടത്തുകയും ഭൂമിയുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ISSൽ കുടുങ്ങിപ്പോവുകയും നീണ്ട 298 ദിവസങ്ങൾക്ക് ശേഷം സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്ത വാർത്ത നാം ഏവരും കണ്ടിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് കുടുങ്ങിപ്പോയത്? വാണിജ്യ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രികരെ ISSലേക്ക് കൊണ്ടുപോകുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും SpaceX, ബോയിങ് എന്നീ 2 കമ്പനികൾക്ക് നാസ കരാർ നൽകി. അതിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ ക്രൂ ടെസ്റ്റിനായാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ISSൽ എത്തിച്ചേർന്നത്. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ഹീലിയം ചോർച്ച മൂലം ഇവരുടെ മടക്കം 9 മാസത്തോളം വൈകുകയും അവർക്ക് ISSൽ തന്നെ തുടരേണ്ടതായും വന്നു. ഒടുവിൽ 2025 മാർച്ച് 18-ന് SpaceXന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് അവർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. 2030 ഇൻഫ്രാസ്ട്രക്ചറുകളുടെ കാലപ്പഴക്കം മൂലം ISS ഡീകമ്മീഷൻ ചെയ്യുകയാണ്. നിലവിൽ ISSനെ കൂടാതെ ചൈനയുടെ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷനും ഭൂമിയെ വലം വെക്കുന്നു. 2035 സ്വന്തമായൊരു സ്പേസ് സ്റ്റേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ രാജ്യവും അടുക്കുകയാണ്. അതിന്റെ ആദ്യപടിയെന്നോണം 2028 സ്പേസ് സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ BAS-1 വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ സാധിക്കുന്ന ഈ ലക്ഷ്യം വലിയ വിജയമായി തീരട്ടെ.